ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ബീഫ് കൊണ്ട് നല്ല കിടില റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ബീഫ് കിട്ടുമ്പോൾ നമ്മൾ സാധാരണ അത് കറി വെക്കും, വരട്ടും, അങ്ങനെയൊക്കെയല്ലേ കൂടുതലും ചെയ്യാറ്. ഇനി കിട്ടുമ്പോൾ കുറച്ചിതായി ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൊണ്ടു. നല്ല കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മുടെ ബീഫ് കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊരു 3/4 ഭാഗം വേവാവുന്നവരെ ഇതൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ വേവിച്ച് വെച്ച ബീഫ് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 2.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും 3/4 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 2.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 ടേബിൾ സ്പൂൺ മൈദ, പിന്നെ ഒരു മുട്ട, അതുപോലെ തന്നെ ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത് എരിവിനനുസരിച്ച് കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യാം. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറേശ്ശെ ബീഫ് ഇട്ട് കൊടുത്ത് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മളിത് ആദ്യം വേവിച്ചതല്ലേ. ബീഫ് ഇട്ട ഉടനെ തന്നെ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ട്രിപ്പ് എണ്ണയിൽ നിന്ന് കോരി മാറ്റാനായിട്ടുണ്ട്. ഒരുപാട് നേരം ഫ്രൈ ചെയ്തിട്ടൊന്നുമില്ല. അപ്പം ഇനി നമുക്ക് ബാക്കിയുള്ള ബീഫും കൂടി ഫ്രൈ ചെയ്തെടുത്ത് വരാം. അപ്പോൾ ഇവിടെ നമ്മൾ എല്ലാ ബീഫും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേ പാനിൽ തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് കുറച്ച് ഓയിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു 2 ഉണക്കമുളകും കറിവേപ്പിലയും 2 പച്ചമുളകും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. മുളകൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തത്, അതുപോലെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ വഴറ്റി കൊടുക്കാം. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സവാള ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ ചതച്ച മുളക്. ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ നാരങ്ങാ നീരും കൂടിയും ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം.
എല്ലാം മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലൊക്കെ മസാല ആവുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യാം. ബീഫ് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ ബീഫ് വെച്ചിട്ടുള്ള വെള്ളത്തിലേക്ക് ഒരു 1/4 കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളം ഡ്രൈ ആയി കിട്ടുന്നവർ ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ബീഫ് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിയില ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ ചതച്ച മുളകും ജസ്റ്റ് ഒന്ന് വിതറി കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.